നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള വ്യക്തത നമുക്കുണ്ടെങ്കിൽ എത്രമാത്രം കള്ളങ്ങൾ കൊണ്ട് ആ പറയുന്ന കാര്യത്തെ മറച്ചുവെക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും നമ്മൾ ആ സത്യത്തിനൊപ്പം തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നീതി നമുക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പെണ്ണൊരുമ്പെട്ട് കഴിഞ്ഞു. അമ്മ അസോസിയേഷനിൽ അൻസിബ എന്ന് പറയുന്ന പുലിക്കുട്ടി അല്ലെങ്കിൽ അമ്മ അസോസിയേഷനിൽ ഉണ്ടായ വിവാദത്തിന് ശേഷം അൻസിബയെ തകർക്കാൻ പലരും തയ്യാറെടുത്തിരുന്നു. പലരും പല നിഗൂഢ നീക്കങ്ങളും ഇതിന് പിന്നിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അൻസിബ ഇപ്പോൾ മത്സരിക്കുന്നത് വലിയ സംഘത്തിന്, അല്ലെങ്കിൽ അൻസിബയ്ക്ക് സ്വപ്നം കാണുന്നതിനപ്പുറത്തേക്ക് ശക്തിയുള്ള ഒരു സംഘത്തിനെതിരെയാണ് എന്ന കൃത്യമായിട്ടുള്ള ബോധ്യം ആ പെൺകുട്ടിക്കുണ്ട്. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ അത് നീതിക്ക് വേണ്ടിയാണ്, അത് സത്യമാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അൻസിബ ഇത്രയും വലിയ വിമർശനങ്ങളും വിവാദങ്ങളും മാറ്റി നിർത്തലുകളും അപവാദ പ്രചാരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ശക്തമായിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമ്മ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തർക്കങ്ങൾ, അതിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ലക്ഷ്മിപ്രിയ അൻസിബ വിഷയം, ആ വിവാദ വിഷയത്തിൽ കേസ് കൊടുക്കാൻ പോലും തയ്യാറായിട്ട് അതിൽ പോലീസ് ഒരു പക്ഷം പിടിക്കുന്ന തരത്തിൽ നടപടിയെടുക്കുന്നു എന്നുള്ള അൻസിബയുടെ തുറന്നു പറച്ചിൽ, ഇതിലൊക്കെ രമേശ് ചെന്നിത്തല ഒരു നിലപാടെടുത്തിരുന്നു. അതായത് അൻസിബ കൊടുത്ത പരാതി എടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന് അൻസിബ തന്നെ സോഷ്യൽ മീഡിയയിൽ തുറന്നടിച്ചതോടുകൂടെ എന്താണ് ഈ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ നിലപാട് എന്നറിയാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അൻസിബ തന്നെ വിളിച്ച നിമിഷത്തിൽ തന്നെ താൻ പോലീസ് മേധാവികളോട് കാര്യം അന്വേഷിക്കുകയും അൻസിബ കൊടുത്തിരിക്കുന്ന പരാതി എടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു എന്ന് വ്യക്തമാക്കി. എന്നാൽ ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിയെ പോലും പൊട്ടന്മാരാക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ പോലീസ് ഒരു വിഭാഗം ആളുകളെ സംരക്ഷിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അൻസിബ. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്കെതിരെ അടക്കം, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അടക്കം തെറ്റിദ്ധരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അടക്കം പറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു രാഷ്ട്രീയ വിമർശനമടക്കം ഇവർക്കെതിരെ ഉണ്ടാകാമെന്ന് അറിഞ്ഞിട്ട് പോലും ആ പെൺകുട്ടി കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. നിയമപരമായിട്ടുള്ള പോരാട്ടം ഒരു വശത്തുകൂടെ അൻസിബ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് കൃത്യമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, പറയേണ്ടുന്ന കാര്യങ്ങൾ അത് രേഖപ്പെടുത്തിക്കൊണ്ട് അൻസിബയുടെ പോരാട്ടം മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കും. എന്തായാലും പോലീസ് FIR എടുത്തിട്ടില്ല സാർ എന്നുള്ള ഒരൊറ്റ ഡയലോഗും, അൻസിബയുടെ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് രമേശ് ചെന്നിത്തലയടക്കം കണ്ണ് പൊളിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് പരാതി എടുക്കുന്നില്ല എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പോലീസ് പരാതി എടുത്തിട്ടുണ്ട്, ഇനി പോലീസ് അന്വേഷിക്കും എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ മറുപടിക്ക് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിലൂടെ രമേശ് ചെന്നിത്തലയും പറ്റിക്കപ്പെട്ടു എന്ന തരത്തിൽ അൻസിബ രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസ് FIR എടുത്തിട്ടില്ല സാർ, എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ അങ്ങയെ പറ്റിച്ചതാണ് സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻസിബ ഇപ്പോൾ രംഗത്തുള്ളത്. തനിക്കെതിരെ മോശം പ്രചാരണം നടത്തിയവർക്കെതിരെ നടി അൻസിബ നൽകിയ പരാതിയിൽ പോലീസ് ആഭ്യന്തരമന്ത്രിയെ പറ്റിച്ചു എന്നാണ് അൻസിബ തുറന്ന കത്തായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ കേസുമായി ബന്ധപ്പെട്ട മറുപടി നൽകിയിരുന്നു. താൻ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറോട് കേസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും FIR എടുത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം തന്നോട് മറുപടിയായി പറഞ്ഞതെന്നും അതിലിനി പോലീസ് അന്വേഷണം ഉണ്ടാകുമെന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി. എന്നാൽ താൻ നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസ് FIR ഇതുവരെ ഇട്ടിട്ടില്ല എന്നും താങ്കളെ പോലീസ് പറ്റിച്ചു എന്നും അൻസിബ FBയിലൂടെ വ്യക്തമാക്കി. പോലീസ് FIR എടുത്തിട്ടില്ല സാർ, എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ അങ്ങയെ പറ്റിച്ചതാണ് സാർ, FIR ഇടാത്തതിനെ തുടർന്ന് ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സാർ, കേസെടുക്കാനാവില്ലെന്ന് അവർ കോടതിയിലും പറഞ്ഞിട്ടുണ്ട് സാർ. ഇതായിരുന്നു അൻസിബയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. രമേശ് ചെന്നിത്തല മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടി വീഡിയോ കൂടെ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അൻസിബയുടെ പോസ്റ്റ്. കേസുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി നൽകിയിട്ടുള്ള മറുപടി ഇതായിരുന്നു. ഈ പറഞ്ഞ വ്യക്തി സിനിമാ നടിയാണ്, എന്നെ വിളിച്ചു, പരാതി കൊടുത്തിട്ടുണ്ട്, FIR എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് ചോദിച്ചപ്പോൾ FIR എടുത്തിട്ടുണ്ടെന്ന് മറുപടി കിട്ടി. പോലീസ് FIR എടുത്താൽ പിന്നെ ഞാൻ അതിൽ ഇടപെടേണ്ട കാര്യമില്ല, ഇടപെടാൻ പാടില്ല. ഹോം മിനിസ്റ്ററിന് പോലും ഒരു കേസിലും ഇത്തരത്തിൽ ഇടപെടാൻ പാടില്ല, അങ്ങനെ ഇടപെട്ടാലാണ് തെറ്റ്. അന്വേഷണത്തിൽ ഇടപെടുന്നത് ശരിയല്ല. പോലീസ് FIR എടുത്താൽ പിന്നെ അവരുടെ ജോലിയാണ് അന്വേഷിക്കുക എന്നത്. ഇത് പറയാൻ ഞാൻ അവരെ, അതായത് അൻസിബയെ തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ കിട്ടിയിട്ടില്ല എന്നുമായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത്. അല്ല, എന്നെ ഞാൻ പറയാം, ഈ പറഞ്ഞ വ്യക്തി
സിനിമാ നടിയാണ്. അവരെന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പരാതി കൊടുത്തിട്ട് FIR എടുക്കുന്നില്ല. ഞാൻ കമ്മീഷനെ വിളിച്ച് ചോദിച്ചപ്പോൾ കമ്മീഷൻ എന്നോട് പറഞ്ഞു FIR എടുത്തിട്ടുണ്ട്. പോലീസ് FIR എടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണത്തിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ല. ഞാൻ ഹോം മിനിസ്റ്റർ ഒരു അന്വേഷണത്തിൽ ഇടപെടാൻ പാടില്ല. അതാണ് നമ്മളുടെ രീതി. അതാണ് ഞാൻ ഇടപെടുന്നതാണ് തെറ്റ്. പിന്നെ പോലീസ് FIR എടുത്താൽ ഇറ്റ് ഈസ് ദെയർ ഡ്യൂട്ടി. അവർ അന്വേഷിച്ച് പിന്നെ നടപടി എടുക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് എന്നോട് അവരുടെ പരാതി അവരെന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ കമ്മീഷനെ ഞാൻ കൊച്ചി കമ്മീഷനെ വിളിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സാർ FIR ഇട്ടിട്ടുണ്ട്. ഞാൻ അവരെ തിരിച്ച് വിളിച്ചപ്പോൾ കിട്ടിയില്ല ഇത് പറയാൻ വേണ്ടി. FIR ഇട്ട് മറ്റ് അന്വേഷണം പോലീസിന്റെ ചുമതലയാണ്. ഞാൻ അതിലൊരിക്കലും പിന്നീടുള്ള ഘട്ടത്തിൽ ഇടപെടാൻ പാടില്ല. എന്നാൽ യൂട്യൂബ് ചാനലിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തി അവർക്കെതിരെ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയുമില്ല എന്നും ലക്ഷ്മിപ്രിയയെ ഉന്നമിട്ട് നടി അൻസിബ കൃത്യമായിട്ട് രംഗത്തെത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിന്റെ പരമാവധിയിൽ എത്തിച്ച് തനിക്കെതിരെ അസത്യപ്രചാരണം നടത്തിയവർക്കെതിരെയാണ് പരാതി നൽകിയതെന്നും ഈ വിഷയം ഇത് കേവലം ഒരു മാനനഷ്ട കേസ് മാത്രമാണെന്നാണ് പാലാരിവട്ടം പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയതെന്നും അൻസിബ ഫേസ്ബുക്കിലൂടെ കുറിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി VD സതീഷിന്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും കേരള പോലീസ് മേധാവിയുടെയും സോഷ്യൽ മീഡിയ പേജുകൾ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു അൻസിബ ആ കുറിപ്പ് പങ്കുവച്ചത്. അതേസമയം ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് പ്രതികരിച്ചതിന് ശേഷം മറ്റൊരു പോസ്റ്റ് കൂടെ അൻസിബ പങ്കുവച്ചിട്ടുണ്ട്. അതിലും കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ തന്നെയാണ് പരാമർശിക്കുന്നത്. അൻസിബയുടെ പുതിയ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെ ഫോണിൽ വിളിച്ചത് എന്റെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യണം എന്ന് ആവശ്യപ്പെടാനല്ല, മറിച്ച് ഇൻസ്റ്റഗ്രാമിൽ എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ തടയാൻ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് അഭ്യർത്ഥിക്കാനായിരുന്നു. ആ വീഡിയോയുടെ മുഴുനീള പതിപ്പ് അടുത്ത ദിവസം തന്നെ യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നത് തടയാനാണ് പോലീസ് നിർദ്ദേശം നൽകണമെന്ന് അപേക്ഷിക്കാൻ താൻ വിളിച്ചത്. പക്ഷേ അല്ലാത്ത പക്ഷം എന്റെ മാനത്തിന് തിരുത്താനാകാത്ത വിധം വലിയ നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയാണ് താൻ അദ്ദേഹത്തെ അറിയിച്ചിരുന്നത്. ഇതേ തുടർന്നാണ് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചത്. എന്നാൽ കേസിൽ FIR ഇട്ടിട്ടുണ്ടെന്ന് പോലീസ് ആഭ്യന്തരമന്ത്രിയോട് കളവായി പറയുകയാണ് ഉണ്ടായത്. ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ആശ്വാസം കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത ദിവസം തന്നെ പ്രതികൾ ആ മുഴുനീള വീഡിയോ യൂട്യൂബിലൂടെ പരസ്യമായി പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് പോലീസ് ഇതുവരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാതെ പ്രതികൾ പരാമർശിച്ച ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ കേന്ദ്രീകരിച്ച് പാലാരിവട്ടം പോലീസ് അന്വേഷണം നടത്തിയത് പ്രതികളെ സഹായിക്കാനുള്ള തെളിവുകൾക്ക് വേണ്ടിയായിരുന്നു. അവിടെ നിന്ന് അനുകൂലമായി ഒന്നും ലഭിക്കില്ലെന്ന് ഉറപ്പായപ്പോഴാണ് ഇത് വെറും ഒരു മാനനഷ്ട കേസ് മാത്രമാണെന്ന് വരുത്തി തീർത്ത് പരാതി എഴുതിത്തള്ളാൻ പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ പ്രതി നടത്തിയിട്ടുള്ള ഒരു വ്യാജ പരാതിയുടെ പുറത്താണ് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വെച്ച് എന്നെ കൊണ്ട് നിർബന്ധിതമായി മാപ്പെഴുതി വാങ്ങിച്ചതെന്ന കാര്യം ആരും മറന്നുപോകരുത്. കാക്കിക്കുള്ളിൽ നിങ്ങൾ ആരായാലും നിയമപരമായി നിങ്ങളുടെ സഹായവും സംരക്ഷണവും എനിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന പൂർണ്ണ ബോധ്യത്തിലാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നത്. നീതി ലഭിക്കുന്നതുവരെ ആ വാതിലിൽ ഞാൻ മുട്ടിക്കൊണ്ടേയിരിക്കുമെന്നും അൻസിബ കുറിക്കുന്നു.